മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് വായിക്കുമോളെ. ഈ ലോകത്തൊരു 50 60 കൊല്ലമല്ലേ നമ്മൾ ജീവിക്കൂ, അല്ലെങ്കിൽ ഒരു 100 കൊല്ലത്തിൽ താഴെയല്ലേ ജീവിക്കൂ. അതിൻ്റെ ഇടയിൽ രോഗമുണ്ട്, ക്ഷീണമുണ്ട്, എന്തെല്ലാം പ്രാരാബ്ദങ്ങളുണ്ട്. ഈ ഒരു 100 50 കൊല്ലത്തെ ഈ ഭൂമി ലോകത്തെ ജീവിതം നിനക്ക് അടിച്ച് പൊളിച്ച് തകർക്കാനുള്ളതല്ല. സ്വലാത്ത് ചൊല്ലി, ദിക്റ് ചൊല്ലി, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുമോളെ. എന്നാൽ നാളെ സ്വർഗത്തിലെത്തി ലോകഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലിവാഉൽ ഹംദ് എടുത്ത് നയിച്ചു കൊണ്ടുപോകുന്ന സ്വർഗത്തിലെത്തിയാൽ അവിടുത്തെ ജീവിതം 1 കൊല്ലമല്ല, 10 കൊല്ലമല്ല, 100 കൊല്ലമല്ല, 1000 കൊല്ലമല്ല, 10000 കൊല്ലമല്ല, ഖാലിദം മുഖല്ലദം ഫീഹാ അബദാ, അനന്തമായ ഒരു ജീവിതം പറുദീസയിൽ വേണ്ടേ മോളെ. ചിലപ്പോ എന്റെ ചെറുപ്പക്കാര് വിചാരിക്കും, ഞങ്ങൾ മോഡല് പാൻസ് ഇട്ട് തെരുവിൽ കറങ്ങുമ്പോ, ഞങ്ങൾ ജാടയിൽ ചലിക്കുമ്പോ, ഞങ്ങള് ഫ്രീക്കന്മാരായി, ഞങ്ങൾ ആൽഫ ബീറ്റ ജനറേഷനായി അങ്ങാടിയിൽ അവിരസുമ്പോൾ വെള്ളക്കുപ്പായമിട്ട് തലപ്പാവ് വെച്ച്, അല്ലെങ്കിൽ മതചിഹ്നങ്ങളോടെ മതചിട്ടകളോടെ ജീവിക്കുന്നവരെ കുറിച്ച് ചെറുപ്പക്കാരാ നീ വിചാരിക്കും, ഇയാൾക്ക് ലോകം തിരിഞ്ഞില്ല, ഇയാൾക്കൊന്നും മനസ്സിലാവണില്ല. ഇവിടെ രസിക്കണ്ടേ, ഇവിടെ മതിക്കണ്ടേ, ഇവിടെ കളിക്കണ്ടേ, ഇവിടെ മെതിക്കണ്ടേന്ന്. മോനെ, ഈ ലോകത്തെ താൽക്കാലികമായ സുഖമല്ല മോനെ, അത് നാളെ അവസാനിക്കും. ഞങ്ങൾ കണ്ണുവെക്കുന്നത് നാളത്തെ ഒരു സ്വർഗമുണ്ട്, നാളത്തെ ഒരു നിയോഗമുണ്ട്, നാളെ ഒരു കാഴ്ചയുണ്ട്, നാളെ ഒരു കാഴ്ചയുണ്ട്, നാളെ ഒരു കാഴ്ചയുണ്ട്. ആ കാഴ്ച ഏതാണ് അറിയുമോ? എല്ലാമായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുചാരത്തെത്താനുള്ള ഒരു സഞ്ചാരമുണ്ട്. ആ സഞ്ചാരത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഞങ്ങൾ. അതേ പ്രാണപ്രേയസിയെ കാത്തിരിക്കുകയാണ്. പുതിയ നവീന ഭാഷയിൽ പറഞ്ഞാൽ, മോനെ നീ പൊയ്ക്കോ, എന്റെ കാമുകൻ എത്തിയിട്ടില്ല. മോളെ നീ പൊയ്ക്കോ, എന്റെ കാമുകി എത്തിയിട്ടില്ല. ഞാൻ കാത്തിരിക്കുന്നത് എവിടെയാണ്? വമാ ഹുബ്ബുദ്ദിയാരി ശഗഫന ഖൽബി, വമാ ഹുബ്ബുദ്ദിയാരി ശഗഫന ഖൽബി വലാകിൻ ഹുബ്ബു മൻ സകന ദിയാറ. ഞാൻ എന്റെ പുണ്യനബിയിലേക്കുള്ള വിലയത്തിന് കാത്തിരിക്കുകയാണ്. ഞാൻ മദീനയിലേക്കുള്ള തീർത്ഥാടകനാണ്, ഞാൻ മദീനയിലേക്കുള്ള സഞ്ചാരിയാണ്. ഞാനങ്ങ് ത്വയ്ബയിലേക്ക് പോവുകയാണ്, ഞാനങ്ങ് ത്വാബയിലേക്ക് പോവുകയാണ്. ഇല്ല ഇല്ല, ഇന്നെനിക്ക് വാഹനം കിട്ടിയില്ല, ഇന്നെനിക്ക് സഞ്ചരിക്കാനായില്ല. പ്രഭാതമേ, ഇന്നിൽ തിയാരി ഹസ്സബാ യൗമൻ ഇലാ അർളിൽ ഹറം ബല്ലിഗ് സലാമി റൗളതൻ ഫീഹാ നബിയുൽ മുഹ്തറം. എനിക്കിന്നെത്താനാവാത്ത മദീനയിലേക്ക് ഇളം കാറ്റേ നീ തഴുകി തഴുകി അവിടെ എത്തി എന്റെ ഹബീബ് വിശ്രമിക്കുന്ന പച്ചക്കുബ്ബയെ തലോടി പോകുമ്പോ എന്റെ ഒരു സലാം, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാമു അലൈക യാ റഹ്മത്തൽ ലിൽ ആലമീൻ. ആ സലാം ചൊല്ലാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് സ്വലാത്തു ചൊല്ലണം, സ്വലാത്തു ചൊല്ലണം, സ്വലാത്തു ചൊല്ലണം. അതൊരു കാമുകിക്ക് വേണ്ടിയുള്ള മൂളിപ്പാട്ടാണ്, അത് കാമുകന് വേണ്ടിയുള്ള പ്രണയഗീതമാണ്, അത് പ്രണയ തലസ്ഥാനത്തിലേക്കുള്ള ടിക്കറ്റാണ്, അത് സ്വർഗവസന്തത്തിലേക്കുള്ള പ്രവേശികയാണ്. അതേ, ആ സ്വലാത്തിന്റെ മജ്ലിസാണിത്. ഇത് മദീനയിൽ പതിയേണ്ട സദസ്സ്, ഇത് ത്വയ്ബയിലെത്തേണ്ട
വേണ്ട സംഗമം. എന്റെ സമയം നിങ്ങളുടെ സമയം, ഇതെന്റെ ലോക ഗുരുവായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പാടിപ്പറയുന്ന സദസ്സാണ്. അല്ലാഹുവേ, ഞങ്ങളെ ആ മദീനയിലെത്തിച്ച് അവിടുത്തെ മധു അനുഭവിച്ച്, അവിടുത്തെ മധുരം രുചിച്ച്, അവിടുത്തെ സ്നേഹാശിസ്സുകളെ അണഞ്ഞുകൂട്ടി പിടിച്ച് ചുടുചുംബനം കൊടുക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം. അല്ലാഹ്, ഞങ്ങൾ